താലിയോഗം ഭാഗം 14. വേദനയും സുഖവും ഒരുമിച്ച് കലർന്ന ആ നിമിഷത്തിൽ നന്ദിത അവന്റെ തോളിൽ തന്റെ പല്ലുകൾ ആഴ്ത്തിയിരുന്നു. അർജുൻ അതിന് മറുപടിയായി അവളെ കൂടുതൽ മുറുകെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ ഓരോ വിറയിലും തന്റെ ഉള്ളിലേക്ക് ആഗീകരണം ചെയ്യുന്നത് പോലെ, അവളുടെ ഓരോ ശ്വാസത്തിലും തന്റെ പ്രണയം പകുത്തു നൽകുന്നത് പോലെ. ആ രാത്രിയിൽ അവർ രണ്ടുപേരല്ലായിരുന്നു, ഒരേ ഹൃദയമിടിപ്പുമായി, ഒരേ ശ്വാസമായി, ഒരേ ആത്മാവായി. ഒടുവിൽ അലസമായ ശാന്തത വീണ്ടും ആ മുറിയിലേക്ക് തിരിച്ചു വന്നു. അർജുന്റെ നഗ്നമായ നെഞ്ചിലേക്ക് തലവെച്ച് നന്ദിത അവന്റെ കൈവലയത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു. അവളുടെ വിരലുകൾ പതിയെ അവന്റെ നെഞ്ചിലെ രോമങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞ് കളിച്ചു. അർജുൻ മറു കൈകൊണ്ട് അവളെ പുതപ്പിനുള്ളിലേക്ക് കൂടുതൽ ചേർത്ത് പൊതിഞ്ഞു. പിന്നെ അവളുടെ നെറുകയിൽ ഒരു ദീർഘചുംബനം നൽകി. ഇനി പേടിയുണ്ടോ എൻ്റെ നന്ദൂട്ടിക്ക്? അവൻ അവളുടെ കാതിനരികിൽ പതിയെ ചോദിച്ചു. നന്ദിത തലയുയർത്തി അവന്റെ താടിയിൽ ചുംബിച്ചു. ഇല്ല, ഒട്ടുമില്ല. അച്ചൂട്ടൻ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനെയും പേടിയില്ല. ആ വാക്കുകൾ കേട്ടതും അർജുന്റെ കൈകൾ അവളിൽ വീണ്ടും കൂടുതൽ മുറുകെ ചേർത്ത് പിടിച്ചു. ആ രാത്രിയിൽ, ആ മുറിയിൽ ഗായത്രിയുടെ ഭീഷണികളും ഭയങ്ങളും അവളുടെ കണ്ണുനീരും എല്ലാം മറന്ന് അവർ പ്രണയത്തിന്റെ പുതിയൊരു പുലരിയിലേക്ക് കണ്ണുകളടച്ചു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ നന്ദിത ഞെട്ടി കണ്ണു തുറന്നു. മുറിയിലാകെ ഇരുട്ട് പടർന്നിരുന്നു. പക്ഷേ ആ ഇരുട്ടിനുള്ളിലും തന്റെ അരയിൽ മുറുകെ ചുറ്റിയിരിക്കുന്ന കൈയുടെ ചൂട് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അർജുൻ, അവന്റെ കൈക്കുള്ളിലായിരുന്നു അവൾ. അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് അവന്റെ ശ്വാസത്തിന്റെ ചൂടിൽ പൊതിഞ്ഞ് അവൾ വേഗം തല ഉയർത്തി ബെഡ് സൈഡിലെ ക്ലോക്കിലേക്ക് നോക്കി. 4 മണി. അത് കണ്ടതും അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവൾ ഉടനെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മഴ ചെറുതായി ചാറുന്നുണ്ടായിരുന്നു, വലിയ മഴയില്ല. അവൾ വീണ്ടും തിരിഞ്ഞ് അർജുനെ നോക്കി. ഗാഠനിദ്രയിലാണ്, മുഖത്ത് കുഞ്ഞിനെ പോലെ ഒരു സമാധാനം. നന്ദിത പതിയെ അവന്റെ കവിളിൽ വിരലുകൾ ഓടിച്ചു. അച്ചുവേട്ടാ, അവൾ മെല്ലെ വിളിച്ചു. എഴുന്നേൽക്ക്, സമയം 4 മണിയായി, പോകുന്നില്ലേ? അവൾ പറഞ്ഞിട്ടും മറുപടിക്ക് പകരം അവന്റെ കൈകൾ അവളെ കൂടുതൽ മുറുകെ ചേർത്ത് പിടിക്കായിരുന്നു. അവൻ ഉറക്കത്തിലായിട്ട് തന്നെ എന്തോ പിറുപിറുത്തു. നന്ദിത വീണ്ടും അവന്റെ കവിളിൽ പതിയെ തട്ടി. അച്ചുവേട്ടാ, 2-3 പ്രാവശ്യം വിളിച്ച ശേഷമാണ് അവൻ പതിയെ കണ്ണുകൾ തുറന്നത്. എന്താ നന്ദ? ഉറക്കച്ചുവയോടെ ചോദിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു. കിടന്നു. ദേ, സമയം 4 മണിയായി. 5 മണിയാകുമ്പോഴേക്ക് എഴുന്നേക്കേ. അവൻ കണ്ണു തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തിനാ പെട്ടെന്ന് ഈ സമയം പോകുന്നത്? അവൻ കുഞ്ഞുങ്ങളെപ്പോലെ മുഖം ചൊളിച്ചു. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാൻ നന്ദ, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. അവൾ അവന്റെ കവിളിൽ ചെറുതായി കുത്തി പറഞ്ഞു. അതും പറഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും പുതപ്പ് ദേഹത്ത് നിന്ന് വഴുതി താഴേക്ക് വീണു. അടുത്ത നിമിഷം നന്ദിതയുടെ കണ്ണുകൾ വലുതായി. അവൾ വേഗം പുതപ്പ് പിടിച്ച് ദേഹത്തേക്ക് വലിച്ചു. അത് നോക്കിക്കിടന്ന അർജുന്റെ ചുണ്ടിൽ പതിയെ ഒരു കള്ള പുഞ്ചിരി വിരിഞ്ഞു. രാവിലെ തന്നെ കൊതിപ്പിക്കല്ലേ പെണ്ണെ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് വീണ്ടും തൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. അച്ചുവേട്ടാ, അവൾ നാണത്തിലും ഭയത്തിലും വിളിച്ചു. പക്ഷേ അവൻ അതൊന്നും കേൾക്കാതെ അവളെ വീണ്ടും ആഞ്ഞു പുണർന്നു. അവളെയും കൊണ്ട് മറിഞ്ഞ് അവൾക്ക് മുകളിൽ കിടന്നു. പിന്നെ വളരെ സാവധാനം അവളെ നെറ്റിയിൽ ചുംബിച്ചു. 2 കണ്ണിലും, മൂക്കിൻ തുമ്പിലും, 2 കവിളിലും. അവസാനം അവളുടെ ചുണ്ടുകളിലേക്ക് അവന്റെ ചുംബനം നീണ്ടു. നന്ദിതയുടെ വിരലുകൾ അറിയാതെ അവന്റെ തോളിൽ മുറുകി. അവിടെ നിന്നുള്ള അവന്റെ ചുണ്ടുകൾ പതിയെ അവളെ കഴുത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവളുടെ ശ്വാസം വേഗത്തിലായി. അവനെ തടയണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അതിന് പോലും ശക്തിയില്ലാത്തതുപോലെ. അവന്റെ മുഖം വീണ്ടും താഴേക്ക് അരിച്ചിറങ്ങുന്നത് അറിഞ്ഞ നിമിഷം അവൾ പെട്ടെന്ന് അവന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. അർജുൻ മുഖമുയർത്തി അവളെ നോക്കി. വേണ്ട. അവൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി. ഒരു പ്രാവശ്യം, അവൻ കുട്ടിയെപ്പോലെ ചോദിച്ചു. അവൾ ഉടനെ ക്ലോക്കിലേക്ക് കണ്ണു കാണിച്ചു. നിനക്ക് കുറച്ചുകൂടി നേരത്തെ വിളിക്കാറുന്നില്ലേ? അവൻ പരാതി പറഞ്ഞു. അത് കേട്ടതും നന്ദിത അവനെ കൂർപ്പിച്ചു നോക്കി. രാത്രി എപ്പോഴെന്നെ ഉറക്കിയത്? അവൾ ചോദിച്ചതും അർജുൻ ചിരിച്ചു. അടുത്ത നിമിഷം അവളുടെ മാറിന് മുകളിലായി ഉണ്ടായിരുന്ന ചെറിയ കറുത്ത മറുകിൽ അവൻ പതിയെ കടിച്ചു. നന്ദിത വിറച്ച ശബ്ദമിട്ടു. അവൻ അവിടെ വീണ്ടും പതിയെ ചുംബിച്ചു. പിന്നെ മുഖമുയർത്തി അവളെ നോക്കി. ഇതെന്തിനാണെന്നറിയോ? അവൾ ചുവന്ന മുഖത്തോടെ അവനെ നോക്കി. ഇനി ഞാൻ വിളിച്ചാൽ, ഫോൺ എടുക്കാതിരിക്കാൻ തോന്നിയാൽ ഇത് നിന്നെ ഓർമ്മിപ്പിക്കും.
അവന്റെ ശബ്ദത്തിൽ കുസൃതിയും പ്രണയവും ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് മാറുമ്പോൾ അടുത്തത് ഞാൻ തരാം. അവൻ അവളെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. മൂക്കും തമ്മിൽ ഉരച്ചു. പിന്നെ അവളുടെ ചുണ്ടിൽ വീണ്ടും ഒരു ചെറിയ ചുംബനം നൽകി. പതിയെ അകന്നു മാറി. അതിനുശേഷം അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. അത് കണ്ടതും നന്ദിത വേഗം ബെഡിൽ താഴെ ചിതറിക്കിടന്ന വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് മുഖം കഴുകി അർജുൻ പുറത്തേക്ക് വന്നു. അവളെ നോക്കിക്കൊണ്ട് തന്നെ ഷർട്ട് ധരിക്കാൻ തുടങ്ങി. ഇന്ന് കേസിന്റെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്, അവൻ പറഞ്ഞു. ഇന്നലെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല. ചെന്നിട്ട് എല്ലാം ഒന്ന് നോക്കണം. അവൻ വാച്ച് കയ്യിൽ ഇടുന്നതിനിടയിൽ വീണ്ടും അവളെ നോക്കി. ഇന്ന് ഞാൻ തിരക്കായിരിക്കും, എന്നാലും സമയം കിട്ടുമ്പോൾ വിളിക്കും. അവന്റെ മുഖം അല്പം ഗൗരവമായി. ഫോൺ എടുക്കാതിരിക്കരുത്. നന്ദിത ചെറുതായി തലകുലുക്കി. ഇനിയും എടുക്കാതിരുന്നാൽ. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇതുപോലെയല്ല ഞാൻ വരിക. അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. കോളേജിലേക്ക് നേരിട്ട് വരും. അവൻ അവളുടെ താടി ഉയർത്തി. എല്ലാവരുടെയും മുന്നിൽ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് അവൻ അവളെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ നാണത്താലും പ്രണയത്താലും പതിയെ തലയാട്ടി. അർജുൻ പതിയെ പടികളിറങ്ങി താഴേക്ക് വന്നു. കൂടെ നന്ദിതയും. അർജുൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ഞാൻ പോവണോ? അർജുൻ പതിയെ ചോദിച്ചു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അത് പിന്നെ പോകാതിരുന്ന രാവിലെ നിന്റെ അച്ഛൻ തന്നെ എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. അവൻ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ അവളെ നോക്കി അവൻ കാറിൽ കയറി. വീട്ടുമുറ്റത്തെ മങ്ങിയ ലൈറ്റിൽ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് വീണ്ടും തിരിച്ചു വന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി. കാറ് പതിയെ റോഡിലേക്ക് ഇറങ്ങി. അകന്നു പോകുമ്പോഴും നന്ദിത അതേ നിലയിൽ തന്നെ നിന്നു. കാർ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞ നിമിഷം അവളുടെ ഉള്ളിൽ വീണ്ടും ഒരു ശൂന്യത പടർന്നു. ഇപ്പോഴേ മിസ് ചെയ്യാൻ തുടങ്ങി. അവൾ സ്വയം പെറുപെറുത്തു. പിന്നെ പതിയെ ഡോറടച്ച് മുകളിലേക്ക് കയറി റൂമിലെത്തി. കട്ടിലേക്ക് ഇരുന്ന നിമിഷം തന്നെ അവൾ വീണ്ടും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ആ മുറി മുഴുവനും അവന്റെ സാന്നിധ്യം നിറഞ്ഞിരുന്നു. ഇപ്പോൾ അവന്റെ മണം മാത്രം. അവൾ പതിയെ തലയിണ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവളുടെ മുഖം അറിയാതെ തെളിഞ്ഞു. അച്ചുവേട്ടൻ. അവൾ വേഗം കോൾ എടുത്തു. എന്താ, ഇനിയും ഉറങ്ങിയില്ലേ? അവന്റെ ശബ്ദം കേട്ടതും അവളുടെ മനസ്സ് വീണ്ടും ശാന്തമായി. ഇല്ല, അവൾ ചെറുതായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലെത്തും വരെ എന്നോട് സംസാരിക്ക്. അവൻ ചിരിച്ചു. അങ്ങനെ അവർ സംസാരിച്ചു തുടങ്ങി. വഴിയിലുണ്ടായ ചെറിയ കാര്യങ്ങൾ മുതൽ തമ്മിലൊരു കളിയാക്കൽ വരെ. അർജുൻ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിലും ഓരോ നിമിഷവും അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഉറക്കം വരുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, ഞാൻ പോയതും കരയാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അച്ചുവേട്ടൻ അധികം കളിയാക്കാൻ നിൽക്കണ്ട. കളിയാക്കിയ ഞാൻ മിണ്ടില്ല. അവൾ പരിഭവത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു. അവസാനം വീട്ടിലെത്തി. റൂമിലേക്ക് കയറി ബെഡിലേക്ക് വീണുകൊണ്ട് അവൻ പറഞ്ഞു. ശരി, ഇനി വെച്ചോ, ഇല്ലെങ്കിലേ എനിക്ക് വീണ്ടും മിസ് ചെയ്യാൻ തുടങ്ങും. നന്ദിത സമയം നോക്കി. 6 മണി കഴിഞ്ഞിരുന്നു. ഇനി ഞാൻ എണീക്കുകയാണ്, അവൾ പറഞ്ഞു. എന്താ പരിപാടി? പറ്റുമെങ്കിൽ ക്ഷേത്രത്തിലൊന്ന് പോണം. എന്നാ ഞാൻ കൂടി വരട്ടെ? അവൻ ഉടനെ ചോദിച്ചു. ഇപ്പോഴല്ലേ ഇവിടെ നിന്ന് പോയത്? അത് ശരിയാണ്, എങ്കിലും നിന്നെ വീണ്ടും കാണണമെന്ന് തോന്നുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ചൂട് പടർന്നു. ഞാൻ പോയിക്കൊള്ളാം, എന്നാ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. അച്ചുവേട്ടിനു വേണ്ടി മാത്രമല്ല, അവൾ പതിയെ പറഞ്ഞു. ഇനി എൻ്റെ പ്രാർത്ഥന മുഴുവൻ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയാ. അച്ചുവേട്ടനും എൻ്റെ നന്ദനും. അവൻ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. നന്ദ, ഞാൻ വീണ്ടും വരട്ടെ? ഒന്നുകൂടി കാണാം. വേണ്ട, ഇന്ന് കേസിന്റെ തിരക്കല്ലേ, കുറച്ചു നേരം കിടന്നുറങ്ങും. ശരി, അവൻ ചിരിച്ചു. ലവ് യു. അവളുടെ കവിളുകൾ ചുവന്നു. അവൾ കോൾ കട്ട് ചെയ്തെങ്കിലും ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്നെ കുറച്ചു നേരം കൂടി ഇരുന്നു. അതേസമയം അർജുൻ റൂമിലെത്തി ഷർട്ട് അഴിച്ചു മാറ്റിയപ്പോൾ വീണ്ടും നന്ദിതയുടെ സാമീപ്യം അവനെ ചുറ്റിപ്പിടിച്ചു. അവളുടെ മണം ഇപ്പോഴും തന്റെ ശരീരത്തിൽ തന്നെ പതിഞ്ഞിരിക്കുന്നത് പോലെ. അവൻ പെട്ടെന്ന് അലമാര തുറന്നു. അവിടെ കവറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു സാരി അവൻ എടുത്തു. അവർ ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോയ ദിവസം നന്ദിത ധരിച്ച സാരി, അതിനൊപ്പം ബ്ലൗസും. അവനത് നെഞ്ചോട് ചേർത്തു. പിന്നെ കട്ടിലേക്ക് വന്ന് തലയിണക്കരികിൽ വെച്ച് അതിലേക്ക് മുഖമമർത്തി കണ്ണുകൾ അടച്ചു കിടന്നു. എന്നെ ഭ്രാന്തിയാക്കു നീ, അവൻ ചിരിച്ചുകൊണ്ട് പിറുപിറുത്തു. നന്ദിത താഴേക്കിറങ്ങിയപ്പോൾ അമ്മ കിച്ചണിലായിരുന്നു. മോള് നേരത്തെ എഴുന്നേറ്റോ? അമ്മ അതിശയത്തോടെ ചോദിച്ചു. ഉറക്കം പോയി അമ്മ. എന്നാ മുറ്റമൊക്കെ ഒന്ന് അടിക്കണേ, ഞാൻ അപ്പോഴേക്കും ചായ ഇടാം. ഞാൻ അടിച്ചോളാം അമ്മ.
അവൾ വേഗം മുറ്റത്തേക്കിറങ്ങി. രാവിലെ കാറ്റ് മുഖത്തടിച്ചപ്പോൾ മനസ്സ് കുറച്ചുകൂടി തളരിതമായി. മുറ്റം വാരി വൃത്തിയാക്കി അകത്ത് കയറിയ ശേഷം അവൾ അമ്മയോട് ചോദിച്ചു, ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരട്ടെ അമ്മേ? ആണോ, എന്നാ ഞാനും വരാം. വേണ്ടമ്മേ, ഞാൻ പോയിട്ട് വേഗം വരാം. അത് പറഞ്ഞ് അവൾ വേഗം കുളിക്കാനായി കയറി. കുളി കഴിഞ്ഞ് അലമാര തുറന്ന നിമിഷം അവൾ ഞെട്ടി. അവിടെ വെച്ചിരുന്ന ആ സാരിയും ബ്ലൗസും കാണുന്നില്ല. അവൾ വീണ്ടും വീണ്ടും നോക്കി. അർജുന്റെ ഷർട്ടും മുണ്ടും മടക്കി വെച്ചിരിക്കുന്നതിന്റെ അതിന്റെ ഇടയിലായിരുന്നു. ഇതെവിടെ പോയി? അവൾ അലമാര മുഴുവൻ തിരഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കള്ളൻ, അവൾ മനസ്സിൽ പറഞ്ഞു. അതും എടുത്തുകൊണ്ട് പോയല്ലോ. ആ ഒരു ഓർമ്മ വന്നതും അവളുടെ മുഖം മുഴുവൻ പ്രണയം നിറഞ്ഞു. നന്ദിത വേഗം ക്ഷേത്രത്തിലേക്ക് നടന്നു. രാവിലെ മഴ പെയ്ത് നനഞ്ഞ വഴിയിൽ ഇനിയും ചെറുതായി തണുപ്പ് ബാക്കിയുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിലെ ദീപസ്തംഭവും അകത്ത് മുഴങ്ങുന്ന മണിനാദവും അമ്മേ നാരായണ എന്ന ജപവും അവളുടെ മനസ്സിനെ അല്പം ശാന്തമാക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അർജുന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് അവൾക്കറിയാം. ഒരു പെൺകുട്ടിയുടെ ജീവനെടുത്ത ക്രൂരമായ കൊലക്കേസിന്റെ വിധി വരാനിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരും പണം, സ്വാധീനം എല്ലാം ചേർന്നൊരു കേസായിരുന്നു അത്. ആ കേസ് ജയിക്കാനാകുമോ എന്ന് മുഴുവൻ മീഡിയയും ജനങ്ങളും കോടതിയും ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ, അച്ചുവേട്ടന് ഒന്നും സംഭവിക്കരുതേ. അദ്ദേഹം ജയിക്കണം, സത്യം ജയിക്കണം. കണ്ണുകൾ അടച്ചുകൊണ്ട് ഏറെ നേരം അവൾ പ്രാർത്ഥിച്ചു നിന്നു. അപ്പോഴാണ് അടുത്ത് ആരുടെയും സാന്നിധ്യം അവൾക്ക് തോന്നിയത്. നന്ദിത പതിയെ തലചരിച്ചു നോക്കി. അടുത്ത് കൈകൂപ്പി നിൽക്കുന്ന അർജുനെ കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ വലുതായി. അച്ചുവേട്ടൻ, അവൾ ഞെട്ടിലോടെ വിളിച്ചു. അർജുൻ അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. എന്താ ഞാൻ വന്നില് ഇത്ര ഷോക്ക്? ഇവിടെ എന്താ? അവൾ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അമ്പലത്തിലൊന്ന് വരണം തോന്നി. ഇന്ന് വിധിയല്ലേ? അവന്റെ ശബ്ദത്തിൽ ആദ്യമായി ചെറിയൊരു ഭാരം അവൾക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഒരു 18കാരി പെൺകുട്ടിയുടെ മർഡർ കേസ്. അതിലും രാഷ്ട്രീയക്കാരും ഇൻവോൾവ്ഡ് ആണ്. ഇന്ന് എന്ത് വിധി വരുമെന്ന് നോക്കി എല്ലാവരും ഇരിക്കുകയാണ്. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ അടിയിൽ ഒരു ചെറിയ ടെൻഷനും. അത് മനസ്സിലായതുപോലെ അർജുൻ അവളോട് ചെറുതായി ഒന്ന് ചിരിച്ചു. നീ പേടിക്കണ്ട നന്ദ, ഞാൻ അന്വേഷിക്കാതെ ഒരു കേസ് എടുക്കില്ല. ഈ കേസും അങ്ങനെ തന്നെയാണ്. തെറ്റ് ചെയ്തവരെ ഞാൻ രക്ഷിക്കില്ല. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ അഭിമാനം നിറഞ്ഞു. അവർ രണ്ടുപേരും വീണ്ടും കൈകൂപ്പി പ്രാർത്ഥിച്ചു. ശേഷം ക്ഷേത്രത്തിന് പുറത്തേക്കിറങ്ങി. കീഴ്ക്കാവ്, ഉപദേവതാ ക്ഷേത്രങ്ങൾ എല്ലായിടത്തും ഒരുമിച്ച് പോയി തൊഴുതു. പക്ഷേ കീഴ്ക്കാവിൽ നിന്നും തിരിച്ചു വരുമ്പോഴാണ് മുന്നിലൂടെ ചെറിയൊരു പുഞ്ചിരിയോടെ നടന്നു വരുന്ന ഗായത്രിയെ നന്ദിത കാണുന്നത്. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. കാലുകൾ പെട്ടെന്ന് നിലത്ത് ഉറഞ്ഞതുപോലെ. അർജുൻ അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. പിന്നെ എന്തോ തോന്നിയതുപോലെ തിരിഞ്ഞു നോക്കി. നിന്നെടുത്ത് തന്നെ അനങ്ങാതെ നിൽക്കുന്ന നന്ദിതയെ കണ്ടതും അവൻ അവളുടെ നോട്ടം പോയ ദിശയിലേക്ക് നോക്കി. അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഗായത്രിയും വിക്രമും. അത് കണ്ട നിമിഷം അർജുന്റെ മുഖം അല്പം ഗൗരവമായി. അവൻ പതിയെ നന്ദിതയുടെ അടുത്തേക്ക് നടന്നു. എന്താ നന്ദ? അവൻ ശാന്തമായി ചോദിച്ചു. അവൾ ഞെട്ടലിൽ നിന്നും ഉണർന്നതുപോലെ തല കുനിച്ചു. ഒന്നുമില്ല. അപ്പോഴേക്കും ഗായത്രിയും വിക്രമും അവരുടെ മുന്നിലെത്തി. വിക്രമിന്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരിയുണ്ടായിരുന്നു. എന്താ അർജുനേടാ, ഇപ്പോ നന്ദിത ടീച്ചറുമായിട്ട് നല്ല കമ്പനിയാണല്ലോ. അർജുൻ യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവനെ നോക്കി. അതറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? അല്ല, അനിയത്തിയുടെ കാര്യത്തിലൂടെ ഇങ്ങനൊരു ഉപകാരമുണ്ടാകുമെന്ന് കരുതിയില്ല. വിക്രം പറഞ്ഞതും നന്ദിതയുടെ മുഖം മങ്ങി. ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് സംസാരിക്കും, ഇഷ്ടമുള്ളവരുടെ കൂടെ നടക്കും. അത് നീ ചോദിക്കാൻ വരണ്ട. അർജുൻ ശാന്തമായെങ്കിലും കടുപ്പമുള്ള ശബ്ദത്തിൽ പറഞ്ഞു. വിക്രം ചെറുതായി ചിരിച്ചു. ഞാൻ ചോദിക്കാൻ വരുന്നില്ല, എൻ്റെ ചേച്ചി വരാനിരിക്കുകയാണ്. അർജുൻ നെറ്റിച്ചൊളിച്ചു. അവൾ വരുന്നതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? മറന്നുപോയോ ചേട്ടാ? വിക്രം പരിഹാസത്തോടെ ചോദിച്ചു. എൻ്റെ ചേച്ചിയുമായിട്ട് ചേട്ടൻ്റെ വിവാഹം പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതല്ലേ? നന്ദിതയുടെ ഹൃദയം ഒന്ന് നിന്നതുപോലെ തോന്നി. അച്ഛനും അമ്മയും ചേട്ടനെ കാണാൻ വരുന്നത് പോലും അതിനെപ്പറ്റി സംസാരിക്കാനാണെന്ന് കേട്ടു. ദേവരയ്യർ ഫാമിലിക്ക് വാക്ക് കൊടുത്താൽ അത് പാലിക്കുന്നവരല്ലേ? വിക്രമിന്റെ ഓരോ വാക്കും നന്ദിതയുടെ നെഞ്ചിൽ കല്ല് പോലെ വീണു. അവൾ പതിയെ അർജുനെ നോക്കി. പക്ഷെ ആ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. എന്റെ അച്ഛൻ ആരോടെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് ഞാനല്ലേ? അർജുൻ വിക്രമിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. വിക്രം ഒരു നിമിഷം മിണ്ടാതെ നിന്നു. എന്റെ വീട്ടിൽ ഞാനും അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കറിയാത്ത കാര്യം നിനക്കെങ്ങനെ അറിയാം? അത് മമ്മി പറഞ്ഞു.
വാക്കായാലും എന്തായാലും അവളെ ഞാൻ വിവാഹം കഴിക്കില്ലെന്ന് തീരുമാനിച്ച ആളാണ് നിന്റെ ചേച്ചി രംഭ. അതുകൊണ്ട് വിക്രം, ഇനി പോകാൻ നോക്ക്. അവൻ തിരിഞ്ഞു. പിന്നെ പെട്ടെന്ന് നന്ദിതയുടെ കയ്യിൽ പിടിച്ചു. അവൾ ഞെട്ടി അവന്റെ കയ്യിലേക്കും മുഖത്തേക്ക് നോക്കി. വാ നന്ദ. ആ ശബ്ദത്തിൽ അവൾക്ക് മാത്രം കേൾക്കാനാവുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. അവൻ അവളെ കൂട്ടിക്കൊണ്ട് പാർക്കിങ്ങിലേക്ക് നടന്നു. പക്ഷേ നന്ദിതയുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹായ്, അപ്പോൾ ദേ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആണെന്ന് അറിയാം. അടുത്ത സ്റ്റോറിയുമായിട്ട് പെട്ടെന്ന് വരാട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി കേട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.